ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈ പാട്ടുണ്ടായതിൻ്റെ പിന്നിൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥയുണ്ട്. എത്ര പേർക്കറിയാം? എന്നാൽ ആ കഥ ഞാനിപ്പോൾ പറയാം. 3.5 വയസ്സുകാരനായിരുന്ന ബിച്ചുവിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരനായിരുന്നു അവൻ്റെ 2 വയസ്സുകാരനായിരുന്ന അനിയൻ ബാലഗോപാലൻ. ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളെയും പോലെ തന്നെ അവർ രണ്ടുപേരും അവരുടെ കുട്ടിക്കാലം ഒരുമിച്ച് സന്തോഷത്തോടെ ചെലവഴിച്ചു. ബിച്ചുവിന് തൻ്റെ അനിയൻ ബാലഗോപാലൻ ഒരു അത്ഭുതമായിരുന്നു ആ കാലത്തും. അവൻ്റെ കുഞ്ഞു കണ്ണുകളും കൈവിരലുകളും തളയിട്ട കാലുകളും അവൻ്റെ ഓട്ടവും നടപ്പും ചിരിയുമെല്ലാം അങ്ങേയറ്റം കൗതുകത്തോടെ ബിച്ചു നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബാലഗോപാലന് ഒരു വയറുവേദന ഉണ്ടായി. വേദനയോടെ അവൻ അലമുറയിട്ട് കരയുന്ന ശബ്ദം പല രാത്രികളിലും ബിജുവിൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു. പക്ഷേ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കരയുന്നത് സർവ്വസാധാരണമായതുകൊണ്ടാവണം അന്ന് അതത്ര കാര്യമായി എടുത്തില്ല. എന്നാൽ ഒരു ദിവസം വേദന കൂടിയപ്പോൾ കുട്ടിയെ വൈദ്യനെ കാണിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു. കുറച്ച് അകലെയാണ് വൈദ്യരുള്ളത്. അതുകൊണ്ട് തന്നെ അയാളെ വിളിച്ചു കൊണ്ടുവരാൻ ഒരു ബന്ധുവിനെ ചുമതലപ്പെടുത്തിയെങ്കിലും വൈദ്യരവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഉറക്കമുണർന്ന ബിജു കാണുന്ന കാഴ്ച ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന തൻ്റെ അനിയൻ ബാലഗോപാലനെയാണ്. പക്ഷേ ആ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല, കൈവിരലുകൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. കളിയും ചിരിയും ഇല്ലാത്ത തൻ്റെ കുഞ്ഞിനേൻ്റെ മുഖം മങ്ങി മറഞ്ഞിരിക്കുന്നു. അവൻ മരിച്ചു. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള വളർച്ച 3 വയസ്സുകാരൻ ബിജുവിനുണ്ടായിരുന്നില്ല. അനിയനെ പുതപ്പിച്ചിരുന്ന ചുവന്ന പട്ട് തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന വ്യഥയായിരുന്നു ആ കൊച്ചു മനസ്സിൽ. ഒടുവിൽ തൻ്റെ കുഞ്ഞനിയൻ്റെ ശരീരം മണ്ണിനടിയിൽ കുഴിച്ചിടുന്നത് കണ്ട ബിജുവിൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു, ബാലഗോപാലൻ എന്ന തൻ്റെ അനിയൻ നാളെ മുളച്ചു വരുമെന്ന്. എല്ലാ ദിവസവും അനിയനെ അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് പോയി കാത്തു നിൽക്കാറുണ്ടായിരുന്നത്രേ, മുളച്ചു വരുന്ന തൻ്റെ അനിയൻ്റെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടാൻ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും ബാലഗോപാലൻ തിരിച്ചു വന്നില്ല. 1000 കണ്ണുമായി തൻ്റെ അനിയനു വേണ്ടി കാത്തിരുന്ന ആ മനസ്സ് അയാളെ കൊണ്ട് ഇങ്ങനെ എഴുതിച്ചു: 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. തൻ്റെ കൂടപ്പിറപ്പിൻ്റെ മരണത്തിൻ്റെ സ്വാധീനം ബിച്ചുവിൻ്റെ ഒട്ടുമിക്ക പാട്ടുകളിലും വ്യക്തമാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി. ഈ പാട്ട് മറ്റൊരു ഉദാഹരണമാണ്. അമ്മ തൻ്റെ അനിയനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന സമയത്ത് വാതിലിൻ്റെ മറവിൽ നിന്ന് നോക്കി നിൽക്കാറുണ്ടായിരുന്നു ബിച്ചു. അനിയൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി പുറത്തു നിന്ന് കിളികളോട് തൻ്റെ അനിയന് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നത്രേ. എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി എന്ന് പൈങ്കിളിയോട് പറയുന്ന ബിച്ചുവിൻ്റെ വരികൾ തൻ്റെ കൂടപ്പിറപ്പിനോടുള്ള നിഷ്കളങ്കമായ വാത്സല്യമാണ് കാണിക്കുന്നത്. ഓരോ പാട്ടുകൾ വരുന്ന വഴിയായി. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ?